ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ സ്നേഹത്തിന്റെ പേരില് നിങ്ങളെ പറ്റിക്കാന്നാ ഇവളുടെ ധാരണ. അവന് കൊടുത്തതുപോലെ ഒരടി ഇവൾക്കും കൊടുത്താ ഇവൾ എല്ലാ സത്യങ്ങളും തുറന്നു പറയും. ഉർവശിയും കൽപ്പനയും ഈ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോണം. പുറത്തിറങ്ങി പോകാനാ പറഞ്ഞത്. മോളെ, ക്ഷമ ചോദിക്കുന്നതിൽ അർത്ഥമില്ല. നീ സഹിക്കുന്ന വേദനയുടെ ആഴം ഞങ്ങൾക്കറിയാം. പക്ഷേ അച്ഛൻ നിനക്ക് വാക്ക് തരുന്നു, ഈ പ്രശ്നം അച്ഛൻ പരിഹരിച്ചിരിക്കും. ഇനി അധികം കരയാൻ നിന്നെ അച്ഛൻ സമ്മതിക്കില്ല. എല്ലാവരും കേട്ടല്ലോ. ഇനി ഇതിലൊരു വിട്ടുവീഴ്ചയും പാടില്ല. ജിത്തു, ഇതെന്താ? ദക്ഷിണ മാത്രമാണ് നമ്മുടെ പതിവ്, അതും ന്യായമായ ദക്ഷിണ. തിരുമേനി, ഞാനും എന്റെ അമ്മയും എന്റെ ബന്ധുക്കളും ഇന്നലെ ആ ക്ഷേത്രനടയിൽ നിന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ അപമാനം ഏറ്റുവാങ്ങിയ മനുഷ്യരല്ലേ. അത് പൊറുക്കാനുള്ള മനഃശക്തിയൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല, എന്റെ കുടുംബത്തിനും. അങ്ങനെ സഹായിക്കണം. അങ്ങയ്ക്ക് അങ്ങയുടെ ശൈലിയിൽ തന്നെ പരിഹാരങ്ങൾ പറയാം. പക്ഷേ ആ ദേവനാരായണനും മകളും ശിക്ഷിക്കപ്പെടണം. അവളുടെ കഴുത്തിൽ നിന്നും ആ താലി അറുത്തു മാറ്റണം. പകയും പ്രതികാരമൊന്നുമല്ല തിരുമേനി. ഞങ്ങളും ദൈവത്തിൽ വിശ്വസിക്കുന്നവരാ. ഇക്കാലത്ത് ദൈവം താലി ചാർത്തി എന്നൊരു പെൺകുട്ടി പറയുന്നത് സത്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അത് ഭക്തനെ ബോധ്യപ്പെടുത്താനെങ്കിലും അങ്ങ് ശ്രമിച്ചാൽ മതി. മറ്റൊരാളെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവൾ ദൈവത്തിന്റെ പേര് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അത് ബോധ്യപ്പെടുത്താൻ നോം വരും. അത് മതി. എങ്കിൽ നാം മടങ്ങുന്നു. ജിത്തു, തിരുമേനി യാത്രയ്ക്കിട്ടു. എല്ലാം വാങ്ങിച്ചോണ്ട് പോയിട്ട് ഇയാളവസാനം ചതിക്കൂ. ആ തിരുമേനിയെ ചിന്തിക്കും. അവള് ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് അദ്ദേഹത്തിനെ ഉത്തരം കിട്ടുകയും ചെയ്യും. ഈ ജീവ ആരാണെന്നേ ആ അച്ഛനും അവൾക്ക് മനസ്സിലാവാൻ പോകുന്നേ ഉള്ളൂ. ഓൺലൈൻ മീഡിയാസെ കൂടെ കൂടെ വിളിച്ചോണ്ടിരിക്കുക. രഹസ്യമായ വിവാഹത്തില് പരസ്യമായ ധിക്കാരം എന്താണെന്ന് അറിയാനുള്ള കാരണം തിരക്കി. അവരോടൊക്കെ ഞാൻ മറുപടി പറയുന്നതിന് മുമ്പ് അവളെ എന്റെ മുമ്പിൽ തോറ്റിരിക്കണം. എനിക്കൊരു സത്യം അറിയണം, അതിനാ ഞാൻ വന്നത്. എന്താ? ജീവിയെ തനിക്ക് ഇഷ്ടമാണെന്നല്ലേ താൻ എന്നോട് പറഞ്ഞത്? എന്നിട്ട് പിന്നെ അയാളുടെ താലി തട്ടിത്തെറിപ്പിച്ചത് എന്തുകൊണ്ടാ? ഞാൻ കിട്ടിയ താലിയല്ലേ താൻ എല്ലാവരും ഉയർത്തി കാണിച്ചത്? ഭഗവാന്റെ പേര് പറഞ്ഞെങ്കിലും എന്റെ ഭാര്യയാണെന്നല്ലേ നീ എല്ലാവരോടും സമ്മതിച്ചത്? എന്റെ ജീവിതം കൂടുതൽ പരീക്ഷിക്കരുത്. ഞാൻ സമ്മതിക്കില്ല. നമുക്കൊരു ജീവിതമുണ്ട്, നമ്മൾ ഒന്നിച്ചൊരു ജീവിതം. തിരുത്തേണ്ടതെല്ലാം ഇപ്പൊ തിരുത്തിയേ പറ്റൂ.
തന്റെ അച്ഛനും അമ്മയും മുത്തശ്ശിയും വിളിച്ച് സത്യങ്ങളൊക്കെ പറയാം. എന്നിട്ട് ആറ്റുവശ്ശേരിന്ന കുടുംബം ഇല്ലാതായ സമാധാനാവോ? ഒരു കാര്യം ഞാൻ പറയാം. മുമ്പ് എന്റെ വാക്കുകൾ ഏറ്റവും ഇഷ്ടത്തോടെ കേട്ടിരുന്നവര് ഇപ്പൊ എന്നെ വെറുക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്റെ വാക്ക് മാത്രല്ല, എന്റെ ശ്വാസം പോലും മുറിവേൽപ്പിക്കും. ഈ വീട്ടിൽ ഒരു അധികാരം ഇല്ലാത്തവളാ ഞാൻ. ഈ വീട്ടിലുള്ളവരുടെ കനിവ് കൊണ്ട് മാത്രം ജീവനോടെ നിൽക്കുന്നവള്. അവരെന്നെ വേദനിപ്പിക്കാൻ എനിക്ക് വയ്യ. പ്ലീസ് തിരിച്ചു പോ. രാധിക, നീയൊന്ന് മൂളിയാൽ എല്ലാം നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇവിടെ വിവാഹ മണ്ഡപത്തിൽ അന്ന് നടന്നത് താൻ ചെയ്ത് തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവിടെ ആർക്കൊക്കെയോ അവിടെ നടന്ന സകല കാര്യങ്ങളും അറിയാം. പിന്നെ എന്തിനു മറച്ചു വെക്കണം? ഞാൻ ഇന്നലെ അച്ഛന്റെ കാല് പിടിച്ച് കരഞ്ഞു. അച്ഛനെ നിർത്താതെ കരഞ്ഞു. എന്നെ സ്നേഹിച്ചതിന്റെ പേരില്